മുതിർന്നവരിലായാലും കുട്ടികളിലായാലും സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ്. സൈനസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള മാക്സില, എത്മോയിഡ്, സ്ഫീനോയിഡ് തുടങ്ങിയ അസ്ഥികളുടെ ഉള്ളിലുള്ള അറകൾക്കാണ് സൈനസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ആവരണങ്ങളായ മ്യൂക്കോസയെ അണുബാധ ബാധിക്കുമ്പോഴാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്. രണ്ട് വിധത്തിലാണ് സൈനസൈറ്റിസ് ഉള്ളത്. ഒന്ന് അക്യൂട്ട്, അതായത് ഹ്രസ്വകാലത്തേക്കുള്ള, മറ്റൊന്ന് ദീർഘകാലമായിട്ടുള്ള അസുഖമായിട്ടുള്ള ക്രോണിക് സൈനസൈറ്റിസ്. ഹ്രസ്വകാലമായിട്ടുള്ള അക്യൂട്ട് സൈനസൈറ്റിസ് സാധാരണ ആൻറ്റിബയോട്ടിക് ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദമാകാറുണ്ട്. എന്നാൽ ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ് ആകുമ്പോൾ അതിന് പലപ്പോഴും പല അടിസ്ഥാന കാരണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മൂക്കിനകത്തുള്ള രണ്ട് മൂക്കുകളെയും തമ്മിൽ വേർതിരിക്കുന്ന മൂക്കിൻ്റെ പാലം, സെപ്റ്റം എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന തകരാറുകൾ, അതേപോലെ തന്നെ സൈനസസും മൂക്കിൻ്റെ ക്യാവിറ്റിയും തമ്മിലുള്ള കണക്ഷനുള്ള അതിൻ്റെ ഓപ്പണിങ്സിലുണ്ടാകുന്ന തടസ്സങ്ങൾ തുടങ്ങിയവ. ഇത്തരം കേസുകളിൽ പലപ്പോഴും മൂക്കിനകത്ത് ദശ എന്ന പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതായത് പോളിപ്പ് എന്ന് പറയുന്നത്. രണ്ട് മൂക്കിനകത്തും സൈനസിനകത്തുള്ള മ്യൂക്കോസ വളർന്ന് വലിയ മാസായി മാറി മൂക്കിനകത്ത് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കണ്ടീഷനാണ് പോളിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ സ്മെല്ല് നഷ്ടപ്പെടുക, സ്ഥിരമായിട്ടുള്ള തലവേദന, സ്ഥിരമായിട്ടുള്ള മൂക്കടപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം സൈനസൈറ്റിസ് നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ എല്ലാ സൈനസുകളെയും അത് ബാധിക്കുകയും പലപ്പോഴും സർജറി വേണ്ടിവരികയും ചെയ്യാറുണ്ട്. കൂടുതൽ സൈനസുകൾ ബാധിക്കുന്ന അസുഖമാകുമ്പോൾ ചികിത്സ ഫലപ്രദമാകാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈനസ് പ്രോബ്ലംസ് നേരത്തെ കണ്ടെത്തി ആവശ്യമായ എൻഡോസ്കോപ്പി, സ്കാൻ പരിശോധനകൾ ചെയ്ത് ചികിത്സിക്കുന്നത് ഫലപ്രദമായ ചികിത്സയ്ക്ക് ആവശ്യമാണ്.